ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? അമ്മ ഓഡിബിൾ? ഹലോ ഹലോ ഹലോ, കേൾക്കാവുന്നുണ്ടോ? ഹലോ, കേൾക്കാമോടെ? ഓക്കെ. പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിൾ ആണോ? പ്രസന്റേഷൻ എല്ലാവർക്കും വിസിബിൾ ആണോ? ഹലോ, പ്രസന്റേഷൻ. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെട്രിലീനിയർ മോഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് അതിനകത്ത് കണക്റ്റഡ് ബോഡീസിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് പുള്ളി സിസ്റ്റം വരുന്നത്. നമുക്ക് 2 പുള്ളി വരുന്നത്, 3 പുള്ളി വരുന്ന പ്രോബ്ലംസ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു നോർമൽ പ്രോബ്ലമാണ്. വിസിബിൾ ആണെന്ന് വിചാരിക്കും. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം അതായിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. അതായത് 2 മാസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പുള്ളി വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യൂസിങ് എ റോപ്പ്. ഒരു റോപ്പ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. M1 എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്, M2 എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്. M2 എന്ന് പറയുന്ന മാസ് സസ്പെൻഡഡ് ആണ്, ഫ്രീലി സസ്പെൻഡഡ് ആണ്. M1 എന്ന് പറയുന്ന മാസ് ആ ഒരു സർഫസിൽ റെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ M2 മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കാരണം M2 മാസിന്റെ ടെൻഡൻസി താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? M1 എന്ന് പറയുന്നത് റൈറ്റ് ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യും. ഇതാണ് നമുക്ക് വരുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് M2 താഴേക്ക് മൂവ് ചെയ്യും, M1 ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഇത് 2 മൂവ്മെന്റിനകത്തും പിന്നീട് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് താഴേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഇതാണ് താഴേക്ക്. അതായത് M2 എന്ന് പറയുന്ന മാസിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്നതാണ് താഴേക്കുള്ള ഫോഴ്സ് ഒരെണ്ണം. പിന്നീട് ടെൻഷൻ ആക്ടിങ് ഓൺ ദ സ്ട്രിങ്. ടെൻഷൻ ഈ മോഷൻ അഗേൻസ്റ്റ് ആയിട്ടായിരിക്കും ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ M1 എന്ന് പറയുന്ന ബോഡിയെ ഈ ബോഡി പുള്ളി ചെയ്യുമ്പോൾ അത് ആ പുള്ളിങ് ഫോഴ്സ് ആണ് ടെൻഷൻ ആയിട്ട് വരിക. ടെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ പുള്ളി ചെയ്യായിരിക്കും M1 എന്ന് പറയുന്ന ബോഡിയെ. അപ്പോൾ ആ M1നെ പുള്ളി ചെയ്യുന്നത് കൊണ്ടുള്ള ഫോഴ്സ് ആണ് T എന്ന് പറയുന്നത് ഇവിടുത്തെ ടെൻഷൻ. രണ്ടും സെയിം തന്നെയായിരിക്കും. നമ്മളൊരു ഫ്രിക്ഷൻലെസ് പുള്ളിയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബോത്ത് ദ ടെൻഷൻസ് വിൽ ബി സെയിം. അതായത് പുള്ളിങ് ഫോഴ്സ് 2 സൈഡിലും സെയിം തന്നെയായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ മാസ് ഓഫ് 60 കിലോഗ്രാം ലൈസ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ. എ മാസ് ഓഫ് 60 കിലോഗ്രാം ലൈസ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഫൈൻ സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ഗേറ്റ് പുള്ളി. വാട്ട് യു മീൻ ബൈ സ്മൂത്ത്? ഫ്രിക്ഷൻലെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്മൂത്ത് എന്നുള്ള രീതിയിൽ പറയുന്നത്. സ്മൂത്ത് സർഫസ് മീൻസ് വാട്ട്? ഫ്രിക്ഷൻലെസ് സർഫസ്. സ്മൂത്ത് പുള്ളി മീൻസ് വാട്ട്? ഫ്രിക്ഷൻലെസ് പുള്ളി. അതായത് വി ഡോണ്ട് നീഡ് ടു കൺസിഡർ ദ ഫ്രിക്ഷൻ ഇൻസൈഡ് ദ പുള്ളി. പുള്ളി നിർമ്മിക്കുന്ന പുള്ളി കാരണം ഉണ്ടാവുന്ന ഫ്രിക്ഷൻ നമ്മൾ പുള്ളിക്കും റോപ്പിനും ഇടയ്ക്ക് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്മൂത്ത് ഗേറ്റർ പുള്ളി മീൻസ് വാട്ട്? ഇറ്റ്സ് എ ഫ്രിക്ഷൻലെസ് പുള്ളി. ഓക്കെ. ഓൺ ദ എഡ്ജ് ഓഫ് ദ table to a mass 50 kilogram hanging freely. Find the tension in the string and the acceleration of the system. ഓക്കെ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം. അതായത് ടിയും കണ്ടുപിടിക്കണം, ഇതിനകത്തുള്ള ആക്സലറേഷനും. ഓക്കെ. എത്രത്തോളം സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുക, താഴേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് ആക്സലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ മാസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. എ മാസ് ഓഫ് 60 കിലോഗ്രാം ലൈസ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ. എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തെടുക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എ മാസ് ഓഫ് 60 കിലോഗ്രാം ലൈസ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ. സോ വാട്ട് ഈസ് ദ മാസ്? M1 ആണ് 60 കിലോഗ്രാം എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഇവിടെ മെൻഷൻ ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് M1 ആണ്. M1 is equal to 60 kilogram and it is connected to a fine string passing over a smooth gate pulley. Okay, അത് ഫൈൻ സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. This is the string. Tension in the string is mentioned as T. സ്മൂത്ത് ഗേറ്റഡ് പുള്ളി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മൂത്ത് ഗേറ്റഡ് പുള്ളി മീൻസ് വാട്ട്? ഫ്രിക്ഷൻലെസ് പുള്ളി ആണെന്നുള്ളതാണ് സ്മൂത്ത് ഗേറ്റഡ് പുള്ളി എന്ന് പറയുന്നത്. ഓൺ ദ എഡ്ജ് ഓഫ് എ ടേബിൾ ടു എ മാസ് 50 കിലോഗ്രാം ഹാങ്ങിങ് ഫ്രീലി. ദാറ്റ് is M2 is equal to 50 kilogram. Mass of M2 is equal to 50 kilogram. Find the tension in the string and the acceleration of the system. We need to find out the tension and acceleration. Okay. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങൾ മാസ് 2 എണ്ണം അറിയാം. M1 60 കിലോഗ്രാം ആണെന്നുള്ള അറിയാം, M2 എന്ന് പറയുന്നത് 50 കിലോഗ്രാം എന്നുള്ള അറിയാം. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ M2 മാസ് കൊണ്ട് താഴേക്ക് ഉണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് അറിയാൻ പറ്റും. അത് മൈനസ് ടെൻഷൻ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്ന ആക്സലറേഷൻ. ഓക്കെ.
അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഇക്വേഷൻസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വെൻ വി ആർ കൺസിഡറിംഗ് ദ മാസ് m1, വെൻ വി ആർ കൺസിഡറിംഗ് ദ ഹൊറിസോണ്ടൽ മാസ്, ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് ദ മാസ് m1, എവിടെ എന്തൊക്കെ ഫോഴ്സാണ് വരുന്നത്? ടെൻഷൻ ടുവേർഡ്സ് റൈറ്റ് ഉണ്ട്. അതായത് ഓരോന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണം. ആദ്യം നമ്മൾ m1 കൺസിഡർ ചെയ്യുന്നു, m2 രണ്ടാമത് m2 കൺസിഡർ ചെയ്യുന്നു. m1 കൺസിഡർ ചെയ്യുമ്പോൾ m1 is moving towards right, m1 is having a tendency to move towards right. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? അജിത്ത് എസ് ഓൺലൈൻ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ m1 എന്ന് പറയുന്ന ബോഡി ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി ബിക്കോസ് ഓഫ് ദ പുള്ളിംഗ് ഫോഴ്സ് T. അപ്പോൾ T ആണ് അതിനെ പുള്ള് ചെയ്യുന്നത്. So because of T, m1 has a tendency to move towards right with an acceleration a. So T is equal to m1a എന്ന് പറയുന്നതാണ്, m1a1 എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇക്വേഷൻ, ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി-ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ പ്രകാരം T minus m1a is equal to 0, അല്ലെങ്കിൽ T is equal to m1a1. T minus m1a1 is equal to 0, അല്ലെങ്കിൽ T is equal to m1a1, both are same. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് T is equal to എന്തെന്ന് കിട്ടി? 60 into a1 എന്ന് കിട്ടി. We need to find out a. ഓക്കെ, ആക്സലറേഷൻ ആണ് a1 അല്ലെങ്കിൽ a എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടി. നമുക്ക് രണ്ടാമത്തെ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഏത് ഫോഴ്സാണ് താഴേക്ക് ഇതിനെ പുള്ള് ചെയ്യുന്നത്? m2g എന്ന് പറയുന്ന ഫോഴ്സാണ് താഴേക്ക് പുള്ള് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വലുതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. m2 എന്ന് പറയുന്ന ബോഡി എപ്പോഴാണ് താഴേക്ക് മൂവ് ചെയ്യുന്നത്? m2g വലുതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, if m2g greater than t, then the body will move downwards. If t is greater than m2g, will the body move downwards? ടെൻഷൻ ആണ് വലുത് എന്നുണ്ടെങ്കിൽ, മുകളിലേക്കുള്ള അപ്വേർഡ് ടെൻഷൻ ആണ് വലുത് എന്നുണ്ടെങ്കിൽ ബോഡി താഴേക്ക് മൂവ് ചെയ്യോ? ഇല്ല. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ ഡൈനാമിക്സ് വി ആർ കൺസിഡറിങ് മോഷൻ. അപ്പോൾ ബോഡി ഈസ് മൂവിങ് ഡൗൺവേർഡ്സ് മീൻസ് വാട്ട്? m2g is larger than t. So m2g minus t ആണ് ഇവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ. m2 ഉണ്ടാവുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് m2g ആണ്. അത് താഴേക്ക് പുള്ള് ചെയ്യുന്ന ഫോഴ്സ് മൈനസ് മുകളിലേക്ക് പുള്ള് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, താഴേക്ക് പുള്ള് ചെയ്യുന്ന ഫോഴ്സ് m2g ആണ്, മൈനസ് മുകളിലേക്ക് പുള്ള് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് t ആണ്. ദാറ്റ് ഈസ് കോസിങ് ദ ആക്സലറേഷൻ ഫോർ ദ ബോഡി m2. ഓക്കെ, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇക്വേഷൻ എങ്ങനെ അറിയും? m2g മൈനസ് t is equal to m2a2. m2g minus t is equal to m2a2. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ വന്നത്. m2g minus t is equal to m2a2. ഓക്കെ, ക്ലിയർ ആണല്ലോ? m2g minus g is equal to m2a2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇതിനകത്തുള്ള a2ഉം ഇവിടെയുള്ള a1ഉം സെയിം തന്നെയാണ്, സെയിം ആക്സലറേഷൻ ആണ് മൂവ് ചെയ്യുന്ന രണ്ട് ബോഡിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അത് a എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1 and 2 തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ട് രണ്ട് ഡേറ്റ ആണുള്ളത്, രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നുമില്ല, സ്ക്വയർ ഒന്നും വരുന്നില്ല, ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് t is equal to 60a ഫ്രം ഇക്വേഷൻ 1 in ഇക്വേഷൻ 2. രണ്ടാമത്തെ ഇക്വേഷനിൽ t is equal to 60a എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can find out the value of a. After finding out the value of a, you can find out the value of t. ക്ലിയർ ആണോ? അത് ഇത്രയുള്ള ഈ പ്രോബ്ലം. ഈ രീതിയിലുള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാണെങ്കിൽ, നമുക്ക് എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോബ്ലംസ്, ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് ഈ ഒരു ടൈപ്സ് പ്രോബ്ലംസ്, കണക്റ്റഡ് ബോഡീസിന്റെ സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലംസ് ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. ഇങ്ങനെ പുള്ളിയുടെ പ്രോബ്ലംസ്, പുള്ളിയുണ്ട്, ഇതിനകത്ത് ലിഫ്റ്റും ഉണ്ട്. രണ്ട് പ്രോബ്ലംസിനകത്ത് ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ടും ചോദിക്കാം. ഓക്കെ, എത്ര കിട്ടി? ടെൻഷൻ കണ്ടുപിടിച്ചോ? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ കേൾക്കുന്നില്ലേ? ഇത് മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായോ? അജ്മൽ കെ എ, അമൻ ഓൺലൈൻ ഉണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, ഇത് ഫോളോ ചെയ്തോ? ടെൻഷൻ എത്രയാണ് വന്നത്? വാട്ട്സ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ് T? കണ്ടുപിടിച്ചോ? എത്രയാണ് വരുന്നത്? T കണ്ടുപിടിച്ചോ? ഇക്വേഷൻ എഴുതി T കണ്ടുപിടിക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതായത് രണ്ട് ഇക്വേഷൻ വരത്തുള്ളൂ. അതായത് T എന്ന് പറയുന്നത് 60a എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അത് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 50 into 9.81 minus 60a is equal to 58.
അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടും? 50A plus 60A എന്ന് വരും, ദാറ്റ് ഈസ് 110A എന്ന് വരും. ദാറ്റ് ഈസ് A is equal to 50 into 9.8 divided by 110 എന്ന് വരും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര വരും എന്നുള്ളത്. ഫൈൻഡ് ഔട്ട് ആക്സലറേഷൻ ആൻഡ് ടെൻഷൻ. ഇത് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി ഇതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതായത് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, അത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്ന ഇക്വേഷൻ. ഇതിനകത്തുള്ള നെറ്റ് ഫോഴ്സ്, ഓരോ ബോഡി എടുക്കുമ്പോഴുള്ള നെറ്റ് ഫോഴ്സ് നമ്മൾ നോക്കുക. ഈ ബോഡി എടുക്കുമ്പോൾ അവിടെ ഒരേ ഒരു ഫോഴ്സ് മാത്രമാണ്, M1 എടുക്കുമ്പോൾ ഒരേ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ T ആണ് വരുന്നത്. ആ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ M1 എടുക്കുമ്പോൾ. M2 എടുക്കുമ്പോൾ 2 ഫോഴ്സുകൾ വരുന്നത്, ഒന്ന് M2G താഴേക്ക് വരുന്ന ഫോഴ്സ് മൈനസ് ടെൻഷൻ മുകളിലേക്ക് വരുന്ന ഫോഴ്സ്. അപ്പോൾ M2G കൂടുതലാണെങ്കിൽ മാത്രമേ ബോഡി താഴേക്ക് വരികയുള്ളൂ. സോ M2G മൈനസ് T is equal to mass into acceleration of body M2. Okay. ഓക്കെ, സൈഫുദ്ദീൻ ഫോളോ ചെയ്തോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? വാല്യൂ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? വാല്യൂ കണ്ടുപിടിച്ചോ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ എത്രയാണ് വരുന്നതെന്ന് പറഞ്ഞേ. എത്ര വന്നു വാല്യൂ? ആക്സലറേഷൻ എത്ര വന്നു? 4.45. ആക്സലറേഷൻ 4.45. ഓക്കെ, കറക്റ്റ്. ടെൻഷൻ എത്ര വന്നു? 267. എല്ലാവർക്കും കിട്ടിയോ? കറക്റ്റ് ആണ് വാല്യൂസ്. വേറെ ഏതെങ്കിലും വാല്യൂ കിട്ടിയ ആൾക്കാരുണ്ടോ? വേറെ ഏതെങ്കിലും വാല്യൂ കിട്ടിയ ഉണ്ടോ? മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഹലോ, കേൾക്കാമോ? അത് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. വാല്യൂസ് പറഞ്ഞത് കറക്റ്റ് ആണ്. അബ്ദുൽ ബാസിത്തിന് കിട്ടിയോ? അബ്ദുൽ ബാസിദ്, വാല്യൂ കിട്ടിയോ? ചെയ്ത് നോക്കിയോ? അഷർ സലീം, അഷർ സലീമിന് കിട്ടിയോ? വാല്യൂ കിട്ടിയോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇത് ഓക്കെ ആണോ? ഈ പ്രോബ്ലം ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. എനിക്കിത് എഴുതാൻ പറ്റില്ല, ഞാൻ ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ റൈറ്റിംഗ് പാഡ് എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ എനിക്കിത് എഴുതാൻ പറ്റില്ല, കോളേജിലാണ്. ഇത് ഡയറക്റ്റ് സിമ്പിൾ പ്രോബ്ലംസ് ആയതുകൊണ്ട് നമുക്ക് ഞാൻ ലിഫ്റ്റിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഞാൻ ഇത് ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് ഇതെല്ലാം പറയുന്നത്. ജസ്റ്റ് ആ ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, ഡിയാലംബർട്ട്സ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതായത് ടോട്ടൽ ഫോഴ്സ് മൈനസ് ഇനേഷ്യ ടോട്ടൽ ഫോഴ്സ് പ്ലസ് ഇനേഷ്യ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ആ കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് M1 എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്ന ടെൻഷൻ മാത്രമേ ഉള്ളൂ. M1 എന്ന് പറയുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ അത് മാത്രമാണ് ഇതിനകത്തൊരു ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. M1 എന്ന് പറയുന്ന ബോഡിയിലെ ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ടെൻഷൻ മാത്രമാണ്. ദാറ്റ് ഈസ് T പ്ലസ് മൈനസ് M1A1 ഈസ് ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ ഡിയാലംബർട്ട്സ് ഇക്വേഷൻ. അപ്പോൾ അത് പ്രകാരമാണ് T ഈസ് ഈക്വൽ ടു M1A1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. അതിനൊക്കെ M2 എന്ന് പറയുന്ന ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു M2G മൈനസ് T ആണ്. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ M2 ഈസ് ഈക്വൽ ടു
m2g. m2g means what? Mass into acceleration due to gravity. Mass into acceleration due to gravity minus tension. അതാണ് m2 ലാക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. ദാറ്റ് കോസസ് ദ ആക്സലറേഷൻ ഓൺ m2. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, m2 ആക്സലറേഷൻ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് m2g മൈനസ് t is equal to m2a. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആക്ട് ചെയ്യുന്ന ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് m2a2 ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. 2 ഇക്വേഷൻ കിട്ടി, ആ 2 ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യാം. 2 ഇക്വേഷനും 2 അൺനോണും വരും. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ 2 അൺനോണും സോൾവ് ചെയ്യാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഡയറക്റ്റ് കാൽക്കുലേറ്റർ അടിച്ച് സോൾവ് ചെയ്യാം, അല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ വാല്യൂസ് ഞാൻ കാണിക്കാം. ഇതിനകത്ത് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 4.46 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു 267.6 ന്യൂട്ടൺ. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവരും യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യാറില്ല. നിങ്ങൾ സീരീസിന്റെ പേപ്പറിനകത്തും മിക്കവരും അത് റെപ്രസെന്റ് ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിക്കുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആക്സലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ്. സോ 4.46 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ് നമ്മൾ വരുന്നത്. SI യൂണിറ്റിലാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. ടെൻഷൻ എന്ന് പറയുന്നത് 267.6 ന്യൂട്ടൺ ആണ്. എല്ലാവർക്കും കിട്ടിയോ അത് വാല്യൂ? ഓക്കെ ആണല്ലോ. അടുത്തലേക്ക് പോകാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ജിയോ ഷൈജു, യോഷേജു കേൾക്കുന്നുണ്ടോ? യോഷേജു ഓഡിബിൾ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഇത് ടിപ്പിക്കൽ ടൈപ്പ് പ്രോബ്ലം ആണ്. അതായത് ഇതൊരു മൂവബിൾ പുള്ളിയാണ്. നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിനകത്ത് ഇത് ഫിക്സഡ് പുള്ളിയായിരുന്നു അല്ലേ? ഈ തൊട്ട് മുന്നേ കണ്ട പ്രോബ്ലത്തിനകത്ത് ഇത് ഫിക്സഡ് പുള്ളിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരെണ്ണം മൂവബിൾ പുള്ളിയാണ്. ഈ പുള്ളി എന്ന് പറയുന്നത് മൂവബിൾ പുള്ളിയാണ്, ഇത് ഫിക്സഡ് പുള്ളിയാണ്. അപ്പൊ ഇതിന്റെ ഇങ്ങനെയുള്ള കേസാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ 2 പുള്ളി വരുന്നുണ്ട്, 2 പുള്ളിയിലൂടെ സ്ട്രിങ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോബ്ലം നോക്കാം. ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ആക്സലറേഷൻ ഓഫ് 2 ബോഡീസ് ഓഫ് മാസ് 300 kg ആൻഡ് 100 kg കണക്റ്റഡ് ബൈ എ സ്ട്രിങ് ആൻഡ് ഫ്രിക്ഷൻലെസ് ആൻഡ് വെയിറ്റ്ലെസ് പുള്ളി. അതായത് നമ്മൾ പുള്ളിയുടെ വെയിറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് തന്നെ പുള്ളിയിലൂടെ റോപ്പ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ലോസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ഫോഴ്സസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. We don't need to consider the weight of the pulley and we don't need to consider the frictional losses in the pulley. പുള്ളിയിൽ റോപ്പ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ലോസസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുതന്നെ തന്നെ പുള്ളിയുടെ മാസം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്, ഈ ടി കണ്ടുപിടിക്കണം, ഒന്നാമത് പറഞ്ഞേക്കുന്നു. ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ 2 ബോഡീസ്, 2 ബോഡികളുടെയും ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ബോഡിയിൽ തന്നിട്ടുണ്ട്. അതായത് ഈ പുള്ളിയിൽ തന്നിരിക്കുന്ന സസ്പെൻഡഡ് മാസ് എന്ന് പറയുന്നത് 300 kg ആണ്. മറ്റേ പുള്ളിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 100 kg ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കണക്ഷൻസ്, അതായത് ഒരു മൂവബിൾ പുള്ളി വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ദ ആക്സലറേഷൻ ഓഫ് പുള്ളി എ എന്ന് പറയുന്ന ബോഡിയുടെ ആക്സലറേഷൻ ബി എന്ന് പറയുന്ന ബോഡിയുടെ ആക്സലറേഷന്റെ പകുതി ആയിരിക്കും. അതായത് ഈ പുള്ളി ഫിക്സഡ് പുള്ളി ആയതുകൊണ്ട് ഇതിന്റെ പകുതി മാത്രമേ ആക്സലറേഷൻ എപ്പോഴും, അതായത് ബി എന്ന് പറയുന്ന ബോഡിയുടെ പകുതി മാത്രമേ ആക്സലറേഷൻ നമുക്ക് എ എന്ന് പറയുന്ന ബോഡിക്ക് കിട്ടുള്ളൂ. ബിക്കോസ് ഓഫ് ദിസ് മൂവബിൾ പുള്ളി ഡിവൈഡ് ചെയ്ത് പോകും, ആക്സലറേഷൻ ഡിവൈഡ് ചെയ്ത് പോകും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ബാക്കിയെല്ലാം നമ്മൾ പഴയ രീതി തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമുക്കറിയാമായിരുന്നു കണക്റ്റഡ് ബോഡീസ് രണ്ടിന്റെയും ആക്സലറേഷൻ സെയിം ആയിരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഫ്രിക്ഷണൽ ലോസസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്സലറേഷനും സെയിം ആയിട്ടാണ് വന്നത്. രണ്ടും എ തന്നെയാണ് നമ്മൾ എടുത്തത്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ആക്സലറേഷൻ ഓഫ് എ ഈസ് ഹാഫ് ദ ആക്സലറേഷൻ ഓഫ് ബി. അതായത് ബിയുടെ ആക്സലറേഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും, അതിനെക്കാട്ടിലും പകുതി വരത്തേ ഉള്ളൂ എക്ക്, ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് അലോങ് ദ പുള്ളി. ഈ പുള്ളി ഉണ്ടായത് കൊണ്ടാണ്. നമുക്ക് ആ ഒരു ഇമാജിൻ ചെയ്ത് നോക്കുക, ആ ഒരു മൂവ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ പകുതി മാത്രമേ ഇത് ട്രാവൽ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് ഇതിന്റെ ആക്സലറേഷൻ പകുതിയായത്. ബി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ പകുതി ഡിസ്റ്റൻസിൽ മാത്രമേ എ ട്രാവൽ ചെയ്യുകയുള്ളൂ. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടുന്ന, ആക്സലറേഷൻ പകുതി എന്നുള്ള രീതിയിൽ കിട്ടിയത്. ആക്സലറേഷൻ പകുതി എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ബി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ പകുതി ഡിസ്റ്റൻസിൽ മാത്രമേ എ ട്രാവൽ ചെയ്യുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ആ ഡിസ്റ്റൻസ് രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഈ റോപ്പ്, ലെങ്ത് ഓഫ് ദ റോപ്പ് ആണല്ലോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് രണ്ടായിട്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന റോപ്പ് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എക്സ് ബി എന്ന് പറയുന്നത്, എക്സ് ബി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എക്സ് എ ഈസ് ഈക്വൽ ടു എക്സ് ബി ബൈ 2 എന്ന് പറയും. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി ബൈ 2 എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിനൊക്കെ ആക്സലറേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബി ബൈ 2. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്.
ഡൗൺവേർഡ് സാർ ഒന്നുകൂടി ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞോളൂ. കേൾക്കാമോ? ഒന്നൊരു പറയാം. അതായത് നമ്മൾ ഈ റോപ്പ് ബി എന്ന് പറയുന്ന ബോഡി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന റോപ്പ് എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ബോഡി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന റോപ്പ് x/2 ഡിസ്റ്റൻസേ ട്രാവൽ ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് റോപ്പ് എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ പകുതിയായിട്ട് ഡിവൈഡ്, നമ്മൾ മടക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലെ, പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. നിങ്ങൾ ബാഗൊക്കെ, നിങ്ങൾ ഹാൻഡ് ബാഗ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ, നമ്മൾ അതിനകത്ത് നമുക്ക് ഹാൻഡ് ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ കോളേജ് ബാഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഒരെണ്ണം മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം പകുതിയായിട്ട് ഡിസ്റ്റൻസ് കുറയുന്നത് അറിയാം. നമ്മൾ ഫുൾ ലെങ്ത്തിലാകുമ്പോൾ അത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ്, സിമിലർ അതേ കണക്ക് തന്നെ ആ പുള്ളിയാണ് അതിനകത്തുള്ള ആ ഒരു അറ്റാച്ച്മെന്റിന് പകരം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാരി ബാഗ്സിലൊക്കെ നിങ്ങളത് കണ്ടിട്ടില്ലേ, നമ്മൾ കോളേജ് ബാഗ്സിൽ അല്ലെങ്കിൽ ഓഫീസ് ബാഗ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ബാഗ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാഗിന്റെ ആ ലെങ്ത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പുള്ളി പോലത്തെ സാധനം ഉണ്ട് അതിനകത്ത് അല്ലേ. ആ നോബ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് പകുതിയാകുന്നു. അത് തന്നെയാണ്, അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഈ ലെങ്ത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ വരുന്ന സാധനമാണ്. ഇതൊരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. കൺസിഡർ നമ്മളൊരു ബി എന്ന് പറയുന്ന ബോഡി കുറച്ച് ഡിസ്റ്റൻസ് താഴേക്ക് മൂവ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഇത് ഈ എ എന്ന് പറയുന്ന ബോഡി മൂവ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഈ എക്സ് ഡിസ്റ്റൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും ഈ റോപ്പിൽ. x/2 ഇത് ഈ ഒരു സെക്ഷൻ ഡിവൈഡ് ചെയ്യും, ട്രാവൽ ചെയ്യും. റൈറ്റ് സൈഡിൽ പുള്ളിയുടെ എ എന്ന് പറയുന്ന പുള്ളിയുടെ റൈറ്റ് സൈഡിലെ റോപ്പ് x/2 ട്രാവൽ ചെയ്യും, മറ്റത് x/2. മൊത്തത്തിൽ അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ പകുതി ഡിസ്റ്റൻസിലെ x/2 ഡിസ്റ്റൻസിലെ എ ട്രാവൽ ചെയ്യുള്ളൂ. എക്സ് ഡിസ്റ്റൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും ഈ റോപ്പിൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായോ? അതായത് എക്സ് ബി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെന്ന്, ബി എന്ന് പറയുന്ന ബോഡി എക്സ് ബി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എക്സ് എ എന്ന് പറയുന്നത് വിൽ ബി ഡിവൈഡഡ് ബൈ 2, എക്സ് ബി ഡിവൈഡഡ് ബൈ 2. അതായത് ബി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ പകുതി ആയിരിക്കും എ ട്രാവൽ ചെയ്യുക. കാരണം ബിക്കോസ് ഓഫ് ദിസ് മൂവബിൾ പുള്ളി. അതിനാണ് നമ്മൾ ആ ബാഗിന്റെ അതേ സെയിം സാധനം തന്നെയാണ്. ബാഗിൽ നമ്മൾ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പകുതി ഡിസ്റ്റൻസിലാണ് അത് വരുന്നത്. അതേപോലെ നമ്മളൊന്ന് പുള്ളി ചെയ്ത് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പുറ സൈഡിൽ വരുന്ന പകുതിയേ വരുള്ളൂ. അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ബിക്കോസ് ഓഫ് ദ മൂവബിൾ പുള്ളി. ഈ മൂവബിൾ പുള്ളി കാരണം എന്ത് വരുന്നത്, ഇങ്ങനെ മൂവബിൾ പുള്ളിയിൽ ഹാങ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ബി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ പകുതി ഡിസ്റ്റൻസിലെ എ ട്രാവൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ പകുതി ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെലോസിറ്റിയും പകുതിയാകുന്നു, ആക്സലറേഷനും പകുതിയാകുന്നു. അങ്ങനെയാണ് നമുക്ക് ആക്സലറേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് b/2 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്നത്. ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി ഡിവൈഡഡ് ബൈ 2. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി ആണ് കൂടുതൽ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ എന്ന് പറയുന്നത് ബിയുടെ പകുതി മാത്രമേ വരികയുള്ളൂ. അതാണ് കൺസെപ്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് പകുതി ആയതുകൊണ്ടാണ് ആക്സലറേഷൻ പകുതി ആയത്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്, വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആക്സലറേഷൻ കിട്ടുന്നത്. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതുവഴി ഡിസ്പ്ലേസ്മെന്റ് പകുതി ആകുന്നത് കൊണ്ട് ആക്സലറേഷനും പകുതിയാകുന്നു. ആക്സലറേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ 2. അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, വി നീഡ് ടു കൺസിഡർ ദ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ബി. ഇനി നമ്മൾ ബാക്കി എല്ലാം പഴയ രീതി തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ബോഡി വെച്ചെടുക്കുന്നു. ഓരോ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡി-ആലംബർട്ട്സ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്നാമത് നമ്മൾ എടുക്കുന്ന ബോഡി ഏതാണ്, നമുക്ക് എയോ ബിയോ ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് ബോഡി വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ബി എന്ന് പറയുന്ന ബോഡി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്ക് ഡി-ആലംബർട്ട്സ് ഇക്വേഷൻ അറിയാം. എന്താണ് ഡി-ആലംബർട്ട്സ് ഇക്വേഷൻ? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, സം ഓഫ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ആൻഡ് ദ ഇനേഷ്യ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അതാണ് ഡി-ആലംബർട്ട്സ് ഇക്വേഷൻ പറയുന്നത്. സം ഓഫ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി പ്ലസ് ഇനേഷ്യ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ബി എന്ന് പറയുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. ഇവിടെ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒന്ന് താഴേക്ക് വെയിറ്റ് ഓഫ് ദ ബോഡി. ബി എന്ന് പറയുന്ന ബോഡിയുടെ വെയിറ്റ് m2g എന്ന് പറയുന്നത് mbg. ഓക്കെ, എം സബ്സ്ക്രിപ്റ്റ് ബി ജി. ഓക്കെ, അതായത് 100 × 9.8 അത് താഴേക്കായിരിക്കും വരുന്നത്. മറ്റത് ടെൻഷൻ മുകളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് കൺസിഡറേഷൻ വേണമെങ്കിലും എടുക്കാം. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യമേ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഏതാണ്, 300 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം വെയിറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം 300 കിലോഗ്രാമേ എങ്ങനെയാലും താഴേക്ക് പോകുള്ളൂ. ഇതിന്റെ ടെൻഡൻസി എന്തായിരിക്കും, മുകളിലേക്ക് പോകാനായിരിക്കും ടെൻഡൻസി. ക്ലിയർ ആണോ? നമ്മൾ തിരിഞ്ഞു പോയാലും നമുക്ക് അതിനനുസരിച്ച് ആൻസർ നെഗറ്റീവ് വരുമെന്നേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് 300 കിലോഗ്രാം നമ്മൾ താഴേക്ക് എടുത്തു, 100 കിലോഗ്രാം മുകളിലേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ മുകളിലേക്കുള്ള മൂവ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ടെൻഷൻ എന്തായിരിക്കണം, വലുതായിരിക്കണം. ഏതിനെക്കാട്ടിലും mbg-യെക്കാട്ടിലും ടി വലുതായിരിക്കണം. അപ്പോൾ ടി മൈനസ് mbg എന്നാണ് ഇവിടെ വരിക. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടെൻഷൻ മുകളിലേക്ക് mbg താഴേക്ക്. mbg-യെക്കാട്ടിലും വലുത് ടെൻഷൻ ആയതുകൊണ്ട് ബോഡി മുകളിലേക്ക് പോകും. അത് എങ്ങനെ വന്നു, കാരണം 300 കിലോഗ്രാം താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. കാരണം 300ഉം 100ഉം ആണ് വന്നേക്കുന്നത്. 300 വലുതായതുകൊണ്ട് ഇത് താഴേക്ക് പോകാനാണ് ടെൻഡൻസി, 300 താഴേക്ക് പോകാനാണ് ടെൻഡൻസി. അപ്പോൾ
300 താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 100 മുകളിലേക്ക് വരാനുള്ള ടെൻഡൻസിയാണ്. സോ 100 മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ വലുതായിരിക്കണം, ടി വലുതായിരിക്കണം. ടി മൈനസ് MPG ആണ് വരുന്നത്, അതായത് ടി മൈനസ് 100 ഇൻറ്റു 9.8 ആണ് വരുന്നത്. ഇവിടെയുള്ള ടോട്ടൽ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ആക്സലറേഷൻ ഓഫ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബോഡി ബി. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബോഡി ബി, അതാണ് നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ബോഡിയുടെ ഇക്വേഷൻ വരുന്ന അതാണ്, ഡിയാലംബർട്ട്സ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ടി മൈനസ് ടി മുകളിലേക്ക് MPG താഴേക്ക്, ടി മുകളിലേക്ക് MPG താഴേക്ക്. ഓക്കെ, ടി മൈനസ് MPG ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ടി മൈനസ് MPG ഇസ് ഈക്വൽ ടു MBA, അതായത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബോഡി ബി. ക്ലിയർ ആവുന്നിരിക്കുന്നു. ഇനി നമുക്ക് ബോഡി എ കൺസിഡർ ചെയ്യാം. ബോഡി എ കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെ ഇക്വേഷനാണ് വരുന്നത്? ബോഡി എ എന്ന് പറയുന്നത് നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 300 ഇൻറ്റു 9.8 ആണ് താഴേക്കുള്ള ഫോഴ്സ്. വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് എന്താണ്? 300 ഇൻറ്റു 9.8 അല്ലേ വെയിറ്റ് ഓഫ് ദ ബോഡി? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണ് വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ 300 ഇൻറ്റു 9.8 താഴേക്ക് വരുന്നു. മൈനസ് ചെയ്ത് വരും. മുകളിലേക്ക് നോക്കാൻ നേരത്ത് രണ്ട് ടെൻഷനുകളുണ്ട്. രണ്ട് ടെൻഷനും മുകളിലേക്കാണ് അല്ലേ? അപ്പോൾ 300 ഇൻറ്റു 9.8 മൈനസ് 2T എന്ന് വരും. കാരണം 2T മുകളിലേക്ക് വരുന്നുണ്ടോ? ഈ ഒരു 300 ന്യൂട്ടന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് ടെൻഷൻ കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 300 ഇൻറ്റു 9.8 മൈനസ് 2T ഈസ് ഈക്വൽ ടു ദ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബോഡി എ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. നെറ്റ് ഫോഴ്സ് പ്ലസ് ഇനേഷ്യ ഫോഴ്സ് ഇസിക്കൽ ടു 0 ആണ് ഡിയാലംബർട്ട്സ് ഇക്വേഷൻ. എപ്പോഴും ഓർക്കുക, നെറ്റ് ഫോഴ്സ് പ്ലസ് ഇനേഷ്യ ഫോഴ്സ് ഇസിക്കൽ ടു 0 ആണ് ഡിയാലംബർട്ട്സ് ഇക്വേഷൻ. അതിൽ നമുക്ക് നെറ്റ് ഫോഴ്സ് ഇസിക്കൽ ടു ഇനേഷ്യ ഫോഴ്സ് എന്ന് വരും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? നെറ്റ് ഫോഴ്സ് ഇസിക്കൽ ടു 300 ഇൻറ്റു 9.8 താഴേക്കുള്ള ഫോഴ്സ്, അതാണ് കൂടുതലായതുകൊണ്ട് നമ്മൾ അത് എടുത്തു. 300 ഇൻറ്റു 9.8 മൈനസ് 2T, 300 ഇൻറ്റു 9.8 മൈനസ് 2T ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബോഡി എ. മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് 300 ഇൻറ്റു എ സബ്സ്ക്രിപ്റ്റ് എ. ഓക്കെ, പിന്നെ എയും ബിയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ആക്സലറേഷൻ ഓഫ് എയും ആക്സലറേഷൻ ഓഫ് ബോഡി ബിയും തമ്മിലുള്ള റിലേഷൻ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 3 ഇക്വേഷനും കൂടി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആക്സലറേഷൻ ഓഫ് എ ആൻഡ് ആക്സലറേഷൻ ഓഫ് ബി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനിതിപ്പോൾ ഡിറൈവ് ചെയ്ത് കാണിക്കുന്നില്ല, എനിക്ക് എഴുതി കാണിക്കാനുള്ള ആ ഒരു റൈറ്റിംഗ് പാഡ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഓൾറെഡി പ്രിന്റഡ് ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വ്യക്തമാണോ? അത് മനസ്സിലായടെ? സെക്കൻഡ് 300 kg ഒന്ന് എടുക്കാം. 300 kg ഒന്ന് പറയാം. 300 kg ബോഡി എടുക്കുമ്പോൾ 300 kg ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, 300 kg ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. ആ ബോഡി താഴേക്ക് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദാറ്റ് ബോഡി. വാട്ട് ഈസ് വെയിറ്റ്? വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെയുള്ള മാസ് എത്രയാണ്? 300 കിലോഗ്രാം ആണ് മാസ്. അതിനുണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും എന്താണ്? 9.81 ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ 300 ഇൻറ്റു 9.81 ആണ് ഇതിനെ താഴേക്ക് പുൾ ചെയ്യുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? നെറ്റ് ഫോഴ്സ് അല്ല നമുക്ക് വേണ്ടത്. ഇത് താഴേക്കുള്ള ഫോഴ്സ് ഏതാണ്? 300 ഇൻറ്റു 9.8 ആണ് താഴേക്കുള്ള ഫോഴ്സ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ഏതുണ്ട്? 300 ന്യൂട്ടൺ. ഈ എ എന്ന് പറയുന്ന ബോഡിയിൽ ഏതൊക്കെ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്? രണ്ട് ടെൻഷൻ വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദ പുള്ളി രണ്ട് ടെൻഷൻ, മൂവബിൾ പുള്ളിയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് രണ്ട് ടെൻഷൻ മുകളിലേക്ക് വരുന്നുണ്ടോ? ടി എന്ന് പറയുന്ന ടെൻഷൻ ഇവിടെ വരുന്നുണ്ട്, ടി എന്ന് പറയുന്ന ടെൻഷൻ ഇവിടെ വരുന്നുണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് 2T. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 300 ഇൻറ്റു 9.81 താഴേക്ക് മൈനസ് 2T മുകളിലേക്ക് ആയതുകൊണ്ട് അത് മുകളിലേക്ക് പുള്ളി ചെയ്യുന്ന ബോഡിയെ. ഓക്കെ, അപ്പോൾ 300 ഇൻറ്റു 9.8 മൈനസ് 2T അതാണ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. നമ്മളിവിടെ ഫ്രീ ബോഡി ഡയഗ്രാം അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ബോഡി ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ് കാണുന്നത്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പോലെ മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്, താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ്, അങ്ങനെയല്ല നമ്മളിവിടെ എടുക്കുന്നത്. നമ്മളിവിടെ മൂവ്മെന്റ് അനുസരിച്ചാണ് നോക്കുന്നത്. ബോഡി ഏതിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത്. ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴേക്കുള്ളത് പോസിറ്റീവ് എടുക്കുക. അതായത് 300 ഇൻറ്റു 9.81 അത് താഴേക്ക് മൂവ് ചെയ്യുന്നു, അതാണ് വലുത് അല്ലേ? അത് വലുതായതുകൊണ്ടാണ് ബോഡി താഴേക്ക് മൂവ് ചെയ്യുന്നത്. 300 ഇൻറ്റു 9.81 വെയിറ്റ് ഓഫ് ദ ബോഡി താഴേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി ബോഡി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. 300 ഇൻറ്റു 9.81 കൊണ്ടാണ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? 2T ആണ്. കാരണം രണ്ട് ടെൻഷൻ മുകളിലേക്കുണ്ട്. സോ
300 into 9.81 minus 2t. അതാണ് ഈ ബോഡിക്ക് എന്ത് കൊടുക്കുന്നത്? ആക്സലറേഷൻ കൊടുക്കുന്നത്. സോ 300 into 9.81 minus 2t is causing the acceleration in body A. So 300 into 9.81 minus 2t is equal to, that is causing the acceleration. അപ്പോൾ ma into aa, that is mass into acceleration of body A. 300 into 9.81 minus 2t is equal to mass into acceleration of body A. അതിന് നമ്മൾ MAAA എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 300 into 9.81 താഴേക്ക് minus 2t മുകളിലേക്ക്, that is causing the mass into acceleration force, inertia force. ക്ലിയർ ആണല്ലോ? ആ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ആ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ആണ്. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആണ് മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ഉണ്ട്, അതിന്റെ ആക്സലറേഷൻ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ആക്സലറേഷൻ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഫോഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോന്നിന്റെ ഫോഴ്സ് ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഡിയാലംബർട്ട്സ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ബോഡിയുടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ബോഡിയുടെയും നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, രണ്ട് ഇക്വേഷൻ കിട്ടി. ഓൾറെഡി വി നോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആക്സലറേഷൻസ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ആക്സലറേഷൻസ് ആൻഡ് മേക്കിംഗ് ഇറ്റ് സെയിം. രണ്ടും എ എന്ന് പറയുന്ന ടേമിലാക്കി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യുക. സോൾവിങ് ഇക്വേഷൻ 1 and 2. കാരണം ഇപ്പോൾ എല്ലാം അൺനോൺ ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ, ടിയും. നമ്മൾ ആദ്യം യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ എയും ടി ആണ് ഇവിടെ വരുന്നത്, ഇവിടെ ബിയും ടി, ആക്സലറേഷൻ ഓഫ് ബി ആൻഡ് ടി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, മൂന്ന് അൺനോൺസ് വരുന്നതായിരുന്നു. പക്ഷെ ഓൾറെഡി നമുക്ക് ഇവിടെ അറിയാം എ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഹാഫ് ദ ആക്സലറേഷൻ ഓഫ് ബി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലാം എയുടെ ടേമിലാക്കി, ആക്സലറേഷൻ ഓഫ് എയുടെ ടേമിലാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ അപ്പോൾ രണ്ട് അൺനോൺസേ വരുള്ളൂ. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺ ഉണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാൽക്കുലേറ്റർ ഡയറക്റ്റ് അടിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും പറയണോ? വ്യക്തമാണോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ചിലവർക്ക് ഫീൽ ചെയ്യും, അവർ ചോദിക്കുക. ചോദിച്ചില്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണോ? എന്താണ്? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി പറയാം. അത് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു മൂവബിൾ പുള്ളിയുണ്ട്, ഒരു ഫിക്സഡ് പുള്ളിയുണ്ട് അല്ലേ. ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ആൻഡ് ആക്സലറേഷൻ ഓഫ് ടു ബോഡീസ് ഓഫ് മാസ് 300 kg 100 kg കണക്റ്റഡ് ബൈ എ സ്ട്രിംഗ് ആൻഡ് ഫ്രിക്ഷൻലെസ് ആൻഡ് വെയിറ്റ്ലെസ് പുള്ളി. അപ്പോൾ ഇവിടെ പുള്ളിയുടെ വെയിറ്റ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ നമ്മൾ ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. പുള്ളി ഫ്രിക്ഷൻലെസ് ആണ്, പുള്ളി വെയിറ്റ് ഇല്ല, പുള്ളിയുടെ വെയിറ്റ് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അത് രണ്ടാണ് തന്നേക്കുന്നത്. പിന്നെ ഈ ഒരു അറേഞ്ച്മെന്റ് പ്രകാരം, ഈ കാണിച്ചിരിക്കുന്ന അറേഞ്ച് പ്രകാരം ഈ ഒരു പുള്ളി എ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പുള്ളി മൂവബിൾ പുള്ളിയാണ്, ബി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പുള്ളി ഫിക്സഡ് പുള്ളിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, നമ്മളിങ്ങനെ ഇത് ഡയഗ്രാം വരച്ചു. ഈ ഡയഗ്രത്തിനകത്ത് നമുക്ക് വ്യക്തമാണ്, അതായത് നമുക്ക് 300 kg എന്ന് പറയുന്ന മാസ് വലുതായത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ബോഡിയാണ് താഴേക്ക് മൂവ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. ഏത് ബോഡി? എ എന്ന് പറയുന്ന ബോഡിയാണ് താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡിയാലംബർട്ട്സ് ഇക്വേഷൻ പ്രകാരം എന്താ പറയുന്നത്? ഡിയാലംബർട്ട്സ് ഇക്വേഷൻ പ്രകാരം നമുക്ക് അറിയാം, നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതായത് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു, അതായത് ഡിയാലംബർട്ട്സ് ഇക്വേഷൻ പറയുന്നത് എന്താണ്? സം ഓഫ് ഓൾ ദ ഫോഴ്സസ് പ്ലസ് ഇനേഷ്യ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അതാണ് ഡിയാലംബർട്ട്സ് ഇക്വേഷൻ പറയുന്നത്. സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആൻഡ് ഇനേഷ്യ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് ഇനീഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ, സം ഓഫ് ഓൾ ദ ഫോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ് ഫോഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ബോഡി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരുന്ന ഫോഴ്സ് ഏതാണ്? 300 into 9.8. അത് വെയിറ്റ് ഓഫ് ദ ബോഡിയാണ് താഴേക്ക് വരുന്നത്. 300 into 9.8 ആണ് താഴേക്ക് വരുന്നത് അല്ലേ. 300 into 9.8 ആണ് താഴേക്ക് വരുന്നത്. മുകളിലേക്ക് വരുന്നത് രണ്ട് ടെൻഷൻ വരുന്നുണ്ട്. കാരണം ഈ പുള്ളിയിൽ രണ്ട് സൈഡിൽ നമുക്ക് റോപ്പ് വരുന്നത് കാരണം രണ്ട് ടെൻഷൻ വരുന്നുണ്ട്. അതാണ് ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 300 into 9.81 താഴേക്ക് മൈനസ് 2t ആണ് മുകളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. 300 into 9.81 മൈനസ് 2t, അതാണ് നമുക്ക് എന്ത് വരുന്നത്? causing the acceleration in the body A. So 300 into 9.81 minus 2t is equal to 300 into acceleration of body A. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ആക്സലറേഷൻ ഓഫ് ബോഡി എയും ആക്സലറേഷൻ ഓഫ് ബോഡി ബി ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ബോഡി എടുക്കുമ്പോൾ ബോഡി ബി എന്ന് പറയുന്നത് ആകപ്പാടെ നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരൊറ്റ സ്ട്രിങ്ങിൽ മാത്രമേ ബോഡി ബി കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ രണ്ട് സ്ട്രിങ്ങിൽ നമ്മൾ എ എന്ന് പറയുന്ന ബോഡി രണ്ട് സ്ട്രിങ്ങിൽ കണക്റ്റഡ് ആയിരുന്നു, അതുകൊണ്ടാണ് രണ്ട് സ്ട്രിങ്ങിലെ ടെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്തത്. ബി എന്ന് പറയുന്ന ബോഡി ഒറ്റ സ്ട്രിങ്ങിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രിങ്ങിലെ ടെൻഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡി താഴേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ബി? അത് മുകളിലേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി അല്ലേ. നമുക്കത് ജസ്റ്റ് മോഷൻ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. എ താഴേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഈ ബിയുടെ മുകളിലേക്കുള്ള മൂവ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ഏതാണ് വരുന്നത്? ടെൻഷൻ ടി, അതായത് താഴേക്കുള്ള വെയിറ്റ് ബിയുടെ വെയിറ്റിനെ കാട്ടിലും ടെൻഷൻ കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് മുകളിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ മുകളിലേക്കുള്ള മൂവ്മെന്റ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അതായത് എ താഴേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ബി മുകളിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ കൂടുതലായിരിക്കണം. എന്തിനെക്കാട്ടിലും? വെയിറ്റിനെക്കാട്ടിലും. ബിയുടെ വെയിറ്റിനെക്കാട്ടിലും ടെൻഷൻ കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ ഏതാണ്? ടി ഈസ് ഹയർ വാല്യൂ അല്ലേ. ടി ഹയർ വാല്യൂ ആയതുകൊണ്ട് ടി മൈനസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ബി, അതായത് ടി മൈനസ് 100 ഇൻറ്റു 9.81. ടി മൈനസ് 100 ഇൻറ്റു 9.81 ആണ് ഇവിടെ വരുന്ന നെറ്റ് ഫോഴ്സ്. ടി മൈനസ് 100 ഇൻറ്റു 9.81 ആണ് ഇവിടെ വരുന്ന നെറ്റ് ഫോഴ്സ്. ദാറ്റ് ഈസ് കോസിംഗ് ദ ആക്സലറേഷൻ ഇൻ ബി. അപ്പോൾ ടി മൈനസ് 100 ഇൻറ്റു 9.81 ഇസ് ഈക്വൽ ടു എം പി ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബി. എം ബി ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബി, അതാണ് നമുക്കുള്ള ഇനേഷ്യ ഫോഴ്സ്. അപ്പോൾ ടി മൈനസ് 100 ഇൻറ്റു 9.81 ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബി. ക്ലിയർ ആണല്ലോ. പിന്നെ ഓൾറെഡി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആക്സലറേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ഹാഫ് ദ ആക്സലറേഷൻ ഓഫ് ബി. അതെങ്ങനെ വന്നു? കാരണം ഡിസ്പ്ലേസ്മെന്റ് കോസ്റ്റ്, ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി മാത്രമേ ഇവിടെ വരികയുള്ളൂ. കാരണം 2 റോപ്പിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എക്സ്, അപ്പോൾ പകുതി മാത്രമേ ഈ വെയിറ്റിന് കിട്ടുകയുള്ളൂ. ഈ പുള്ളി മൂവബിൾ പുള്ളി ആയതുകൊണ്ട് x/2 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഇവിടെ ബി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ x/2 മാത്രമേ എ മൂവ് ചെയ്യുള്ളൂ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വെലോസിറ്റിയും ആക്സലറേഷനും കിട്ടും. അതായത് വെലോസിറ്റിയും പകുതിയായിരിക്കും, അതിനൊക്കെ ആക്സലറേഷനും പകുതിയായിരിക്കും. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ഡിസ്പ്ലേസ്മെന്റ് പകുതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റിയും ആക്സലറേഷനും എല്ലാം പകുതിയാണ്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. അതിനൊക്കെ തന്നെ വെലോസിറ്റി ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്സലറേഷൻ കിട്ടുന്നത്. സോ ആക്സലറേഷൻ ഓഫ് എ ഈസ് ഹാഫ് ദ ആക്സലറേഷൻ ഓഫ് ബി. അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലത്തിനകത്തുള്ള ട്വിസ്റ്റി ആയിട്ട് വരുന്ന. ബാക്കി എല്ലാം നമുക്ക് നേരത്തെ അതേപോലെ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഏതിനാണ് മൂവ്മെന്റ് എന്നുള്ളത് നോക്കുക. എ താഴേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബോഡി ആയിരിക്കും കൂടുതൽ ടെൻഷനെക്കാട്ടിലും. അതായത് 309.81 ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 309.81 മൈനസ് 2t എടുക്കണം. ഇവിടെ ഇത് മുകളിലേക്ക് ആയതുകൊണ്ട്, ഈ ബോഡിയുടെ മൂവ്മെന്റ് മുകളിലേക്ക് ആയതുകൊണ്ട് ടെൻഷൻ കൂടുതലായിട്ട് എടുക്കുക. സോ ടി മൈനസ് 100 ഇൻറ്റു 9.81 എന്നുള്ള രീതിയിൽ എടുക്കുക. ടി മൈനസ് 100 ഇൻറ്റു 9.81 ഈസ് ഈക്വൽ ടു മാസിന്റെ ആക്സലറേഷൻ ഓഫ് ബി. ക്ലിയർ ആണോ? സാറേ സംശയം. ചോദിച്ചോളൂ സൈഫുദ്ദീൻ. അല്ല, നമ്മുടെ 300 ഇൻറ്റു 9.81 അല്ലേ. അപ്പൊ രണ്ടാമത് പിന്നെ ആ ടെൻഷൻ രണ്ടും കൊടുക്കണം, 2 300 കൊടുക്കണോ? ഈ ഡിവൈഡ് ബൈ 2 അടിച്ച് ചെയ്യണോ? 150 150. എ എന്ന് പറയുന്ന ബോഡിയാണോ നിനക്ക് സംശയം? എ എന്ന് പറയുന്ന ബോഡി എ ബോഡിയിൽ നമ്മളിപ്പോ 2 ടെൻഷൻ അല്ല. അപ്പൊ ഇവിടെ 300 ആണല്ലോ. താഴത്തൊക്കെ 150 ഇൻറ്റു 9.81 ആണല്ലോ. 9.81 ആണ് താഴേക്ക് വരിക. അല്ല, അപ്പൊ 150 ഇൻറ്റു അപ്പൊ ഈ 150 ഇൻറ്റു 9.81 അങ്ങനെ എടുക്കണോ എന്നാണ് നീ ചോദിക്കുന്നത്? അതന്നെ, അങ്ങനെ ഈ 150 എങ്ങനെ വന്നു എന്നാണ് ചോദിക്കുന്നത്. ഓ, ഈ ഇതിനകത്തുള്ള ആൻസർ ആണ് നീ ചോദിക്കുന്നല്ലേ? ഓക്കെ, അതന്നെ. അതായത് ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ നോക്കണ്ട, അത് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നതാണ്. അത് ത്രൂ ഔട്ട് 2 കൊണ്ട്, അത് 300 ഇൻറ്റു 9.81 മൈനസ് 2t ഇസ് ഈക്വൽ ടു 300 ഇൻറ്റു ആക്സലറേഷൻ ഓഫ് എ. അതിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാരണം ഇവിടെ എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 കൊണ്ട്, അതായത് 2t മാറ്റി ടി ആക്കിയിരിക്കുന്നതാണ്. ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 300 150 ആയി, 2t എന്ന് പറയുന്ന ടി ആയി, ഇവിടെ 300 150 ആയി. അത് സോൾവ് ചെയ്യുന്നത്. ഇത് ചെയ്യണമെന്ന് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ഇത് തന്നെ കീപ്പ് ചെയ്തിട്ട് കാൽക്കുലേറ്റർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ ഇത് തന്നെ വെച്ചിട്ടേ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി വെച്ചിട്ട് എടുക്കാം. മുകളിലത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ രണ്ടും ടിയുടെ ടേമിൽ വരണം, എന്നാലേ കാൽക്കുലേഷനകത്ത് നമുക്ക് അല്ലെങ്കിൽ എറർ വരും. നിങ്ങൾ സാധാരണ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് എടുത്താൽ മതി. നമ്മൾ മാത്സിനകത്ത് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന 2 അൺനോൺ ഉണ്ട്, 2 ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ x+y വരുന്ന പ്രോബ്ലംസ്. 2 അൺനോൺസ് 2 ഇക്വേഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? അതേ മെത്തേഡ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? അജ്മൽ ഫോളോ ചെയ്തോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല സാർ, ക്ലിയർ ആണ്. ഓക്കെ, അനന്തു കെയർ സാർ ഫോളോ ചെയ്തോ? സാറേ, ആ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇല്ലേ ബി, ആ, അതിന്റെ ഇക്വേഷൻ നെറ്റ് ഫോഴ്സ് ഇല്ലേ, അതില്
2A എന്ന് പറഞ്ഞത് മറ്റേ ഫസ്റ്റത്തെ കേസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ Acceleration ഫസ്റ്റ് equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. എ ബിക്ക് പകരം ആ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ആദ്യം വരുന്ന ഇക്വേഷൻ ടി മൈനസ് എം ബി ജി ഇസിക്കൽ ടു എം ബി എ ബി ആണ് ഇക്വേഷൻ. ഡിയാലംബർട്സ് ഇക്വേഷൻ ഇതാണ്. അതിന് എ ബിക്ക് പകരം അവർ 2A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായോ? ഓക്കെ സർ. ക്ലിയർ ആണല്ലോ. നമ്മൾ ഈ ഡയറക്റ്റ് ആദ്യമേ നമ്മൾ ഈ സൊല്യൂഷൻ നോക്കുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ ഇത് ശ്രദ്ധിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ സൊല്യൂഷൻ ഞാനത് ആ സ്ലൈഡ് മറ്റേ റൈറ്റിംഗ് കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിക്കുമ്പോൾ ക്ലിയർ ആയിരുന്നു തന്നെ. റൈറ്റിംഗ് പാഡ് മിസ്സായിപ്പോയി വീട്ടിൽ വെച്ച്. സർ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരാം. ഏതാ എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക. അതെ യൂണിവേഴ്സിറ്റി എക്സാമിന് കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ഇതുപോലത്തെ പ്രോബ്ലംസ് ആയിരിക്കും വരിക. ഇതേ സിമിലർ പ്രോബ്ലംസ് ആയിരിക്കും വരിക. നിങ്ങൾ ഇത് കണക്കത്തെ പ്രോബ്ലംസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. കാരണം നമുക്ക് ആ ലാസ്റ്റ് 2 മോഡ്യൂൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ അപേക്ഷിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്യൂൾസ് ഡൈനാമിക്സ് വരുന്നതാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മോഡ്യൂൾസ് ആണ്. അതിനകത്ത് നിന്ന് രണ്ടും നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും 2 മോഡ്യൂളിൽ നിന്ന്. ഈ ഒരു മോഡ്യൂളിൽ നിന്ന് 20 മാർക്ക്, അടുത്ത മോഡ്യൂളിൽ നിന്ന് 20 മാർക്ക്. 40 മാർക്കിന് ഈ 2 മോഡ്യൂളിൽ നിന്ന് മാത്രമായിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് 3 മോഡ്യൂൾ നമുക്ക് സ്റ്റാറ്റിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് 2 മോഡ്യൂൾ സ്റ്റാറ്റിക്സ്, മൂന്നാമത്തെ മോഡ്യൂൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തിലേക്ക് പോകാം. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ കൈനറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫോഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൈനമാറ്റിക്സ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഫോഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. എ എന്ന് പറയുന്ന ബോഡി താഴേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി എന്ന് പറയുന്ന ബോഡി മുകളിലേക്ക് എടുക്കുക. അത് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. ഈ പ്രോബ്ലം ഒന്ന് തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. സൊല്യൂഷൻ കാണിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ഒരു ഇൻക്ലൈൻ പ്ലെയിനിലുള്ള കണക്റ്റഡ് ബോഡിയാണ് നമുക്ക് ഒരു റോപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 10 കിലോഗ്രാം ആണ് വലുത്, അതിന്റെ സ്ലോപ്പാണ് കൂടുതൽ. ഓട്ടോമാറ്റിക്കലി ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ബോഡി മൂവ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഡയറക്ഷനിലായിരിക്കും. എയിലായിരിക്കും താഴേക്ക് മൂവ് ചെയ്യുക, ബി എന്ന് പറയുന്ന മുകളിലേക്ക് മൂവ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, എ എന്ന് പറയുന്ന ബോഡി ആ ഇൻക്ലൈൻ പ്ലെയിനിന് താഴേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബി എന്ന് പറയുന്ന ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടുത്തെ ഇൻക്ലിനേഷനും കൂടുതൽ, ഇവിടുത്തെ വെയിറ്റും കൂടുതൽ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എ ബോഡി താഴേക്ക് മൂവ് ചെയ്യുന്നിട്ട് കൺസിഡർ ചെയ്യുക, ബി ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുന്നിട്ട് കൺസിഡർ ചെയ്യുക. ഇതിപ്പോൾ ഒറ്റ റോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒറ്റ പുള്ളിയും ഒറ്റ റോപ്പുകളും, ഇവിടെ മൂവബിൾ പുള്ളിയൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ ആക്സലറേഷൻ സെയിം തന്നെയാണ്. അതായത് എയുടെ ആക്സലറേഷൻ തന്നെയായിരിക്കും ബിയുടെ ആക്സലറേഷനും കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ഈക്വൽ ടു എ. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് നോക്കേണ്ട കാര്യം. പിന്നെ എയുടെ ബോഡി, എയുടെ മൂവ്മെന്റ് താഴേക്ക് കൺസിഡർ ചെയ്യുക. എ താഴേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, 10 × 9.81 കൊണ്ടാണ് താഴേക്ക് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ കോമ്പണന്റേ വരത്തുള്ളൂ. നമുക്ക് അത് വെർട്ടിക്കലി അല്ല മൂവ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം അല്ലേ. എനിക്കത് വരച്ച് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇൻക്ലൈൻ പ്ലെയിനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാലോ നമുക്ക് വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി റിസോൾവ് ഇൻ ടു 2 കോമ്പണന്റ്. ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണന്റ്, ഒന്ന് ഇൻക്ലൈൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പണന്റ്, ഒന്ന് ഇൻക്ലൈൻ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള കോമ്പണന്റ് ഏതാണ് വരുന്നത്, mg sin തീറ്റ. അതായത് 10 × 9.81 × sin തീറ്റ. sin തീറ്റ എന്ന് പറയുന്നത് sin 30 ആണ് ഇവിടെ വരുന്നത് കേട്ടോ. തീറ്റ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10 × 9.81 ആണ് താഴേക്ക് വരുന്നത്. അത് sin തീറ്റ, sin 30 ഡിഗ്രി കോമ്പണന്റ് ആണ് നമുക്ക് താഴേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ. അത് -t ആണ് മൊത്തത്തിൽ വരുന്ന ഇവിടെയുള്ള ഫോഴ്സ്. 10 × 9.81 × sin 30 താഴേക്ക്, -t മുകളിലേക്ക്. അതാണ് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു സംഭവമാണ് ഇതിന് ആക്സലറേഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് MA, മാസ് ഇൻടു ആക്സലറേഷൻ ഓഫ് എ. ഇനി ബി എന്ന് പറയുന്ന ബോഡി എടുക്കുമ്പോൾ ഇത് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ ആണ് ഇവിടെ കൂടുതൽ. ടെൻഷൻ വലിയ വാല്യൂ ആയതുകൊണ്ട് ആണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടി മൈനസ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ടി മൈനസ് ഏത് വരും, ടി മൈനസ് MBG. ഏതാണ് MBG എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെയും സൈൻ കോമ്പണന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മൈനസ് താഴേക്ക് ഇതിന് ഈ ടെൻഷൻ എഗൈൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, വെയിറ്റ് ഓഫ് ദ ബോഡി താഴേക്ക് വരത്തില്ലേ. അപ്പോൾ അത് വെയിറ്റ് ഓഫ് ദ ബോഡിയുടെ സൈൻ കോമ്പണന്റ് ആണ് ഇവിടെ താഴേക്ക് വരുന്നത്. ദാറ്റ് ഈസ് MBG sin 20. അതായത് 5 × 9.81 × sin 20 താഴേക്ക് വരും. T - 5 × 9.81 × sin 20 താഴേക്ക് വരും.
ഇത് മൊത്തത്തിലാണ് ഇതിന് ആക്സലറേഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് MVA. 2 ഇക്വേഷൻ കിട്ടി, 2 ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യുക. ഈ 2 ഇക്വേഷൻ ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ബുദ്ധിമുട്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനകത്ത് ഈ സെഷൻ, ഈ മോഡ്യൂളിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് കൈനമാറ്റിക്സും കൈനമാറ്റിക്സ് ഇക്വേഷൻസും പ്രൊജക്റ്റൈൽ മോഷൻ. അതിനൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നത് കൈനറ്റിക്സിനകത്ത് വരുന്ന ഡിയാലംബർട്സ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇനി ഇതിനൊക്കെ നമുക്ക് ലിഫ്റ്റിന്റെ പ്രോബ്ലം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് സോൾവ് ചെയ്ത് കേട്ടോ. ഓക്കെ ആണോ? അത് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അറിയാതെ ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? സൈൻ കോമ്പണന്റ് കോസ് കോമ്പണന്റ് എടുക്കുന്നതൊക്കെ അറിയാലോ, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതല്ലേ ഇൻക്ലൈൻ പ്ലെയിൻ വന്നപ്പോൾ. ആർക്കെങ്കിലും അത് എടുക്കുന്നത് അറിയാതെ ഉണ്ടോ? ഇല്ല സർ. പൂജ ഓൺലൈൻ ഉണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? സോൾവ് ചെയ്യാൻ അറിയാമോ ഈ പ്രോബ്ലം? ട്രൈ ചെയ്ത് നോക്കാം സർ. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് ഇടാം. ഓക്കെ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക പ്രോപ്പറായിട്ട്. നിങ്ങൾ ചെയ്ത് പ്രോബ്ലംസ് വർക്കൗട്ട് നിങ്ങൾ തനിയെ ചെയ്ത് പഠിച്ചാലേ നമുക്ക് പ്രോബ്ലം പഠിക്കുകയുള്ളൂ. മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാലേ പഠിക്കുകയുള്ളൂ. ഞാൻ ആ ഡ്രൈവിനകത്ത് ടെക്സ്റ്റ് ബുക്കും നോട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിന്നുള്ള ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്ത് പഠിക്കാം. ഇഷ്ടംപോലെ 2-3 ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് PDF. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളെല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യുക ചാറ്റ് ബോക്സിൽ. നിങ്ങളുടെ റോൾ നമ്പേഴ്സും പേരും വെച്ചൊന്നും ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. എന്നിട്ട് ലെക്ചർ നോട്ട് നിങ്ങൾ ഇന്ന് 3 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ 3 പ്രോബ്ലം നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. ലെക്ചർ നോട്ട് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾട്ടർനേഷൻ ഇവിടെ വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ഞങ്ങളെ വർക്ക് ചെയ്യിപ്പിക്കും. അതിനനുസരിച്ച് ഞാൻ അറ്റൻഡൻസ് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ 0 മാർക്ക് തന്നെ വരത്തുള്ളൂ. ലെക്ചർ നോട്ട് ഒന്നും വച്ചിട്ടില്ല, ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിനനുസരിച്ച് ഓഫ്ലൈൻ ക്ലാസ് ഇപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് തന്നെ തുടങ്ങും. ഓരോ ബാച്ച് വയ്ക്കാത്ത ആൾക്കാർ ഒട്ടും ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം ക്ലാസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലെക്ചർ നോട്ടൊന്നും എഴുതുന്നില്ല അല്ലേ. ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് ലെക്ചർ നോട്ട് എഴുതുന്നത്. പിന്നെ കുറച്ചൊരു കോപ്പി അടിച്ച് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ടാവും. എന്തായാലും അവരൊരു പ്രാവശ്യം എഴുതുന്നുണ്ട്. ലെക്ചർ നോട്ട് നോക്കിയിട്ട് ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുള്ളൂ. അറ്റൻഡൻസ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇന്റേണൽ അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കോഴ്സ് റിപ്പീറ്റ് ആവും. ഇപ്രാവശ്യം വളരെ എളുപ്പമാണ്, 28 മാർക്ക് മതി പാസ്സാവാൻ. അടുത്ത പ്രാവശ്യം ഇനി വരുന്ന സമയത്തൊന്നും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പേപ്പർ ഇപ്പം വളരെ എളുപ്പമായിരിക്കും, ഓൺലൈൻ ക്ലാസ് മാത്രം ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി നടത്തുക. പക്ഷെ പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഈസി ആയിട്ട് പാസ്സാവും. 100 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 28 മാർക്ക് മതി പാസ്സാവാൻ. അതിനകത്ത് നമുക്ക് നല്ലോണം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്നതാണ്, എളുപ്പമാണ്. ആ ചാൻസ് കളയരുത്. ഒന്നും പഠിക്കാതെയും ഒന്നും ഫോളോ ചെയ്യാതെയൊക്കെ പോയിട്ട് പാസ്സാവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പ്രത്യേകിച്ച് മെക്കാനിക്സ് പോലത്തെ പേപ്പറാണ്. പിന്നീട് നിങ്ങൾക്ക് ഫുൾ മാർക്കിനാകുമ്പോൾ സപ്ലിമെൻ്ററി എക്സാമിനെല്ലാം ഫുൾ മാർക്കിനേ വരുള്ളൂ. അത് നടക്കില്ല, അത് പാസ്സാവാൻ പാടായിരിക്കും. നമുക്ക് പാസ്സായാൽ മാത്രം പോരാ, നല്ല മാർക്ക് മേടിച്ച് പാസ്സാവണം. അതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതിനനുസരിച്ച് ടൈമുണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് അത്രയും വരുന്നുണ്ട്. ഓക്കെ. 75 മാർക്കാണ് നമുക്ക് ഫുൾ മാർക്കായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആദർശ്? ടെൻഷൻ കണ്ടുപിടിക്കണം. ടെൻഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. അതായത് ആക്സലറേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ടെൻഷൻ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് കാൽക്കുലേറ്ററിലിട്ട് ചെയ്യുമ്പോഴേ എല്ലാത്തിന്റെ ആൻസർ കിട്ടുമല്ലോ, അതുപോലെ അത് മതി. അത് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ടെൻഷനും ആക്സലറേഷനും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് സ്റ്റെപ്പ് ഒന്നും കാണിക്കണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ കാണിച്ചിട്ട് താഴെ ആക്സലറേഷൻ ഇത്ര, ടെൻഷൻ ഇത്ര എന്നുള്ള രീതിയിൽ കാണിച്ചാൽ മതി. കാൽക്കുലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അൺനോൺ വാല്യൂസ് കിട്ടും. സ്റ്റെപ്പ് കറക്റ്റ് ആയിരിക്കണം. ഇവിടെ വരെയുള്ള സ്റ്റെപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. സോൾവിംഗ് ദ അബോവ് 2 ഇക്വേഷൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേറ്റ് അടിച്ചിട്ട് ചെയ്യാം. ഓക്കെ. കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അതിനകത്തൊരു ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം കാൽക്കുലേറ്റർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ്, ക്യൂബ് വരുന്ന ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കാൻ അറിഞ്ഞുകൂടാത്തവർ, കാൽക്കുലേറ്റർ ചെയ്യാൻ അറിയാത്തവർ. ഇപ്പോൾ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റേസ്റ്റ് 4 വരുന്നത് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, നല്ല കാൽക്കുലേറ്റർ ആണെങ്കിൽ. ജിയോ ഷൈറ്റ് 24 ആണോ 34 ആണോ? 2 നമ്പർ ഇട്ടേക്കുന്നു. മുഹമ്മദ് ഹാഫിസ് അല്ലേ 34?
ഓക്കെ താങ്ക് യു. ക്വിറ്റ് ചെയ്തോളൂ.